അവള് ട്യൂഷന് പോയിരിക്കുക. മോളെ ഇതൊക്കെ നിനക്കുള്ളതാ. വീരപ്പനങ്ങൾ തന്നയച്ചതാ. തേന്, പൈനാപ്പിൾ, ഓറഞ്ച് എന്ത് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട്. വീരപ്പനങ്ങളിൽ ഇതാ കൃഷി. മോളെ ഇത് എന്ത് ചോദ്യമാ? സത്യം പറഞ്ഞ വീരപ്പനങ്ങൾ നല്ല കർഷകനാ, നമ്മുടെ ദേവനെ പോലെ. വീരപ്പനങ്ങൾ നിന്നോട് പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിനക്കിത് എന്ത് പറ്റി ബിന്ദു? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിപൊരി. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്? വർഷത്തിൽ 10 മാസം കാട്ടി തന്നെ. എന്റെ ബിന്ദു, സ്നേഹം കൊണ്ട് നീ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുത്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിനക്കറിയാവോ? ഈ ടാസ്ക് ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമാ അല്ലേ പൊന്നമ്മേ? പിന്നെ നിന്റെ അനിയന് കർഷകശ്രീ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ? ആരാ? ആ എന്റെ വീരണ്ണനാ. അങ്ങേരിതെങ്ങനെ അറിഞ്ഞു? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ അറിയിക്കാൻ എന്നുള്ളത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയല്ലേ? ആള് ശുദ്ധനാ. വലിയൊരു മണ്ഡലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഞാനിപ്പോ വരുന്നത്. അതെന്താ? ദേവൻ അവാർഡ് കൊടുക്കാൻ കൃഷി വകുപ്പ് മന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോ വീരണ്ണൻ എന്നോട് ചോദിച്ചു ഞാൻ പ്ലാൻ പണ്ണട്ടെ എന്ന്. മന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. കേരളത്തിലെ മന്ത്രിമാരെ കിഡ്നാപ്പ് ചെയ്താൽ കാശിന് ഗുണമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ വീരണ്ണൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തത്. അതേന്ന്. അതിരിക്കട്ടെ, ദേവൻ എവിടെ? അവൻ പൊള്ളാച്ചില്ല, ഇന്നെത്തും. നിന്റെ ആങ്ങളെ ഭാഗ്യം ചെയ്തവനാ. 2.5 ലക്ഷമല്ലേ അവന് കിട്ടാൻ പോകുന്ന സമ്മാനത്തുക. 2.5 ലക്ഷം? ഇവക്കറിയില്ലായിരുന്നോ ഈ സമ്മാനത്തുകയുടെ കാര്യം? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അകത്ത് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം, മുഖത്ത് കളിക്കാൻ. എന്തിനാ? കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ. ദൈവം നന്ദിയുള്ളവരാ. നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ വീരപ്പനെ കാണിക്കാൻ. സത്യമംഗലം.